നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധനുരാശിക്കാരെ കുറിച്ചാണ്. 2026 ഏപ്രിൽ മാസത്തിലെ നിങ്ങളുടെ രാശിഫല പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ കാലയളവിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ആശ്വാസം നൽകുന്ന ചില ഗ്രഹനിലകളാണ് നിലവിലുള്ളത്. നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. ഇതോടൊപ്പം പ്രധാന ഗ്രഹങ്ങളായ ചൊവ്വയും സൂര്യനും കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നു എന്നതും ഗുണകരമാണ്. ഈ മാസം നിങ്ങളുടെ ശരീരത്തിന് നല്ല കരുത്തും ഉന്മേഷവും അനുഭവപ്പെടും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനാൽ സാധാരണ അസുഖങ്ങൾ നിങ്ങളെ അലട്ടില്ല. നിങ്ങൾ ഏറെ കാലമായി ചികിത്സയിലായിരുന്നുവെങ്കിൽ ഈ മാസം ആ രോഗങ്ങളിൽ നിന്ന് കാര്യമായ പുരോഗതിയും ആശ്വാസവും പ്രതീക്ഷിക്കാം. മരുന്നുകളോട് ശരീരം നന്നായി പ്രതികരിക്കുന്ന സമയമാണിത്. ഗ്രഹനിലകൾ അനുകൂലമാണെങ്കിലും ബുധൻ രാഹുവിനോടൊപ്പം 3ാം ഭാവത്തിൽ നിൽക്കുന്നത് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. 3ാം ഭാവം എന്നത് തോളുകളെയും കൈകളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അതിനാൽ തോളുകളിലോ കൈകളിലോ ചെറിയ വേദനകൾ വരാൻ സാധ്യതയുണ്ട്. കഠിനമായ ജോലി ചെയ്യുന്നവരോ ഭാരം ഉയർത്തുന്നവരോ ആണെങ്കിൽ പേശികൾ വലിഞ്ഞുണ്ടാകുന്ന വേദന ശ്രദ്ധിക്കണം. ശരിയായ രീതിയിലുള്ള വിശ്രമവും വ്യായാമവും ഇതിനാവശ്യമാണ്. ഈ രാശിയിലുള്ള സ്ത്രീകൾ ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തണം. കാലാവസ്ഥാ വ്യതിയാനം മൂലമോ മറ്റോ ഉണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷനുകൾ വരാൻ നേരിയ സാധ്യതയുണ്ട്. അതിനാൽ ശുചിത്വത്തിന്റെ കാര്യത്തിലും ഭക്ഷണകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. വിദ്യാഭ്യാസത്തെയും ബുദ്ധിശക്തിയെയും സൂചിപ്പിക്കുന്ന നിങ്ങളുടെ 5ാം ഭാവം ഈ മാസം വളരെ സജീവവും ശക്തവുമാണ്. പഠനകാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന പരിശ്രമങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന ഒരു സമയമാണിത്. 5ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും ഉണർത്തും. കഠിനമായ കാര്യങ്ങൾ പോലും വളരെ വേഗത്തിൽ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനത്തിൽ ഒരു പ്രത്യേക താല്പര്യവും ഉത്സാഹവും അനുഭവപ്പെടും. 5ാം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ സൂര്യനോടൊപ്പം ശക്തമായ സ്ഥാനത്ത് അഥവാ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. ഇത് നിങ്ങൾക്ക് മികച്ച ഏകാഗ്രതയും ലക്ഷ്യബോധവും നൽകും. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അത് പൂർത്തിയാക്കാനുള്ള വലിയ മാനസിക കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ മികച്ചത് ഏപ്രിൽ 14 ശേഷമുള്ള സമയമാണ്. ഏപ്രിൽ 14 സൂര്യൻ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷപ്രകാരം സൂര്യൻ അവിടെ ഏറ്റവും ശക്തമായ അഥവാ ഉച്ചാവസ്ഥയിലായിരിക്കും. ഇത് നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് ഒരു സൂപ്പർ പവർ കിട്ടുന്നതിന് തുല്യമാണ്. ഗവൺമെന്റ് ജോലിക്കായുള്ള പരീക്ഷകൾ എഴുതുന്നവർക്കോ അതിന്റെ ഇന്റർവ്യൂ തയ്യാറെടുപ്പുകൾ നടത്തുന്നവർക്കോ ഈ സമയം സുവർണാവസരമാണ്. വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതെങ്കിലും പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണെങ്കിൽ ഏപ്രിൽ 14 ശേഷം നിങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾക്കോ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാസം അതിന് ഏറ്റവും അനുയോജ്യമാണ്. പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനോ വിദേശ പഠനത്തിന് അപേക്ഷിക്കാനോ ആഗ്രഹിക്കുന്നവർ ഒട്ടും വൈകിക്കരുത്. കാര്യങ്ങൾ അനുകൂലമായതിനാൽ നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കാതെ ഉടൻ തന്നെ പ്രാവർത്തികമാക്കുക. സൂര്യന്റെ അനുഗ്രഹമുള്ളതിനാൽ ഈ സമയത്ത് തുടങ്ങുന്ന കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കും. പഠനകാര്യങ്ങളിൽ ധനുരാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യമുള്ള മാസങ്ങളിലൊന്നാണിത്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ജ്യോതിഷപ്രകാരം നമ്മുടെ ദാമ്പത്യത്തെയും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ 7ാം ഭാവമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസം ദാമ്പത്യ ജീവിതത്തിൽ 2 വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഈ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ രാഹുവിനോടൊപ്പം നിൽക്കുന്ന സമയമാണിത്. രാഹു ആശയക്കുഴപ്പങ്ങൾക്കും ബുധൻ നമ്മുടെ സംസാരത്തിനും കാരണമാകുന്ന ഗ്രഹങ്ങളാണ്. അതിനാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പങ്കാളി തെറ്റായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാനോ സാധ്യതയുണ്ട്. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ
ഉദാഹരണത്തിന് ക്ഷീണം, തലവേദന അല്ലെങ്കിൽ ചെറിയ അണുബാധകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഏപ്രിൽ 11 കഴിയുന്നതോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറി തുടങ്ങും. ബുധൻ രാഹുവിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറി നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ 4-ാം ഭാവം എന്നത് സുഖസ്ഥാനം അഥവാ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഇടമെന്നാണ് അറിയപ്പെടുന്നത്. പഴയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഈ സമയത്ത് മാറിപ്പോകും. പങ്കാളിയുമായി കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും സാധിക്കും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം തിരിച്ചു വരും. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാനും യാത്രകൾ പോകാനും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ സന്തോഷത്തോടെ ആസൂത്രണം ചെയ്യാനും ഈ സമയം വളരെ മികച്ചതാണ്. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ പങ്കാളിയുമായുള്ള സംസാരത്തിൽ അല്പം ജാഗ്രത കാണിച്ചാൽ മാസത്തിന്റെ 2-ാം പകുതിയിൽ വളരെ മികച്ചതും സമാധാനപരവുമായ ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജാതകപ്രകാരം ഈ മാസം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ആയിരിക്കും. ഏപ്രിൽ മാസത്തെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർന്നു തന്നെയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുന്നത് ഏപ്രിൽ 14 ശേഷമാണ്. ഏപ്രിൽ 14 സൂര്യൻ തന്റെ ഏറ്റവും ശക്തമായ അതായത് ഉച്ചരാശിയിലേക്ക് മാറുന്നു. ജ്യോതിഷത്തിൽ സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് അധികാരം, പ്രശസ്തി, വിജയം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു രാജയോഗത്തിന് തുല്യമായ ഫലങ്ങൾ നൽകും. നിങ്ങൾ ഏറെ നാളായി ഒരു നല്ല ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ ഈ മാസം പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇന്റർവ്യൂകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും. മാനേജർമാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ ആണെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് തെളിയുന്ന സമയമാണിത്. ചില പ്രത്യേക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ ലാഭവും പുരോഗതിയും ഉണ്ടാകും. എഞ്ചിനീയർമാർക്കും സാങ്കേതിക ജോലികൾ ചെയ്യുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ലഭിക്കാനും വലിയ വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കും. ഇരുമ്പ്, സ്റ്റീൽ അല്ലെങ്കിൽ ലോഹങ്ങൾ സംബന്ധമായ വ്യാപാരം ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം ഈ മാസം ഉണ്ടാകും. സോഫ്റ്റ്വെയർ രംഗത്തോ കമ്പ്യൂട്ടർ സംബന്ധമായ മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും പുതിയ പദവികൾ ലഭിക്കാനും ഈ സമയം അനുകൂലമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം 2 ഘട്ടങ്ങളായാണ് ഫലം ലഭിക്കുക. മാസത്തിന്റെ ആദ്യ 2 ആഴ്ച ബിസിനസ്സിൽ വലിയ കുതിച്ചുചാട്ടങ്ങളൊന്നും കണ്ടില്ലെന്ന് വരാം. ലാഭവും നഷ്ടവുമില്ലാത്ത ഒരു ശരാശരി മാസമായിരിക്കും ഇത്. ഈ സമയത്ത് വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാവും നല്ലത്. മാസത്തിന്റെ 2-ാം പകുതിയിൽ ബിസിനസ്സിൽ വലിയ ഉണർവുണ്ടാകും. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബിസിനസ് എക്സ്പാൻഷനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മുടങ്ങിക്കിടന്ന പണമിടപാടുകൾ ഈ സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ വർഷം ധനുരാശിക്കാർക്ക് വിഷുഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയാൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർ ഇപ്പോൾ പുതിയ പ്ലാനുകളോ വലിയ മാറ്റങ്ങളോ നടപ്പിലാക്കാൻ നിൽക്കരുത്. നിലവിലുള്ള രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നതാണ് സുരക്ഷിതം. പുതിയ പദ്ധതികൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. കലാ, സാമൂഹിക സേവനം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കാനും ജനപിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഒരു പുതിയ ഉന്മേഷം അനുഭവപ്പെടും. സ്വന്തമായ ഒരു വീട് പണിയണം അല്ലെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ആ സ്വപ്നം സഫലമാകും. അതിനായുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. അതേസമയം വിവാഹം, പുതിയ വാഹനം വാങ്ങൽ, ഉപരിപഠനം എന്നിവയിൽ ചില തടസ്സങ്ങളോ തീരുമാനങ്ങൾ വൈകാനോ സാധ്യതയുണ്ട്. ഇതിൽ പരിഭ്രമിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക. പ്രണയിക്കുന്നവർക്ക് അവരുടെ ബന്ധം വിവാഹത്തിലേക്കെത്താനോ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ശക്തമാകാനോ ഉള്ള സാധ്യതയുണ്ട്. ജോലിയിൽ നിങ്ങൾക്ക് നല്ല പുരോഗതിയും അംഗീകാരവും ലഭിക്കും. എന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം.
സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. കൂട്ടുകാരെ വിശ്വസിക്കുന്നത് നല്ലതാണെങ്കിലും അന്ധമായി വിശ്വസിക്കരുത്. ചില സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിട്ടേക്കാം. വില കൂടിയ വസ്തുക്കൾ വാങ്ങുന്നതിനോടുള്ള അമിതമായ താല്പര്യം അഥവാ ആഡംബരഭ്രമം ഉപേക്ഷിക്കണം. ഇത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ വർഷം വരാനിരിക്കുന്ന ദോഷങ്ങളെ മറികടക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കും. ദിവസവും രാമായണത്തിലെ സുന്ദരകാന്ഡം ഭാഗം പാരായണം ചെയ്യുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ധനുരാശിക്കാർക്കുള്ള ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.